എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫലങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 18-ാം തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, കുംഭമാസം 6-ാം തീയതി. ഇന്നത്തെ പൊതുവെ എല്ലാവരുടെയും ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മേടം രാശിയുടെ ഫലങ്ങളൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും ചേർന്ന രാശിയാണ് മേടം രാശി. ഈ രാശിക്കാർക്ക് ഇപ്പോൾ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വിവിധ തരത്തിലുള്ള വരുമാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകാതെയും അതുപോലെ ധനനഷ്ടം ഉണ്ടാകാതെയും കിട്ടുന്ന പൈസയ്ക്കൊക്കെ കൃത്യമായിട്ട് ചിലവുകളും വരവ് ചിലവ് കണക്കുകളൊക്കെ വെച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കയ്യിൽ നിൽക്കൂ. അല്ലെങ്കിൽ വരുമാനം കൃത്യമായിട്ടും പിന്നെ ചിലവ് അധികമായിട്ടും വരുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. സാമ്പത്തിക ഞെരുക്കം കുറച്ചുണ്ടാവും എന്നൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആരോഗ്യപരമായിട്ടൊക്കെ നല്ല സമയമാണ്. ഇനി നമുക്ക് ഇടവൻ രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ ഭാഗവും അതുപോലെ രോഹിണിയും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ആദ്യത്തെ പകുതിയും ചേർന്നതാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് വിവിധ ജോലികൾ ഒരേ സമയം തന്നെ പല രീതിയിലുള്ള ജോലികൾ വന്നു ചേരുന്നതും ഏത് ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ നല്ല ജോലി മാത്രം നോക്കി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് മാറേണ്ടി വരും. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ വളരെയേറെ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ ശാപവാക്കുകളൊന്നും ഉച്ചരിക്കാതെയും കുടുംബത്തിൽ കലഹം ഉണ്ടാവാതെയൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മിഥുനം രാശിക്കാർക്ക്, മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2ാമത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ പൊതുവേ വളരെ നല്ല സമയമാണ്. എങ്കിൽ പോലും ഭാഗ്യത്തിന് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗ്യങ്ങളൊക്കെ കുറച്ച് കുറയുന്ന സമയമാണ്. ഭാഗ്യങ്ങളൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കുണ്ടായ ഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭാഗ്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ മാത്രം ഉണ്ടായിട്ട് അവസാനം ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് വിവാഹ ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് വളരെയേറെ ആലോചിച്ച് വേണം വിവാഹ ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മിഥുന രാശിക്കാർക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കർക്കിടകം രാശിയിലേക്ക് പോകാം. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി. ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളും ധനാഗമങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വളരെ സന്തോഷവും ബന്ധുസമാഗമവും ഒക്കെയുള്ള സമയമാണ്. വളരെ നല്ല ഒരു ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ശുഭകരമായിരിക്കട്ടെ. കൂടുതൽ ഭാഗ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഐക്യമത്യ സൂക്തവും ഭാഗ്യസൂക്തവും ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ബന്ധുക്കൾ പിണങ്ങിപ്പോയിട്ടുള്ള ബന്ധുക്കളൊക്കെ തിരിച്ചു വരുന്ന സമയം. അതുകൊണ്ട് വീണ്ടും പിണക്കങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതെയും സൂക്ഷിക്കണം. വരുമാനമൊക്കെ ഒരുപാടാവുമെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ, അതുപോലെ ഗുരുക്കന്മാരിൽ നിന്ന് ശാപമൊക്കെ ലഭിക്കാതെ വിദ്യാർത്ഥികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എപ്പോഴും ഗുരുക്കന്മാരെ അനുസരിച്ച് പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് ജീവിതത്തിൽ എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാകുന്നത്. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവണ്ടേ ജീവിതത്തിൽ, ഫ്യൂച്ചർ നന്നായിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇതൊക്കെയാണ് നമ്മുടെ കർക്കിടക രാശിയുടെ ഫലം. ഇനി നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് പോകാം. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. എങ്കിലും ആയുസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആയുസിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർദോഷമൊന്നും ഉണ്ടാവത്തില്ല. എങ്കിൽ പോലും പൊതുവെ നമ്മുടെ യാത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. സാമൂഹിക പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപവാദങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട ഒരു സമയവും കൂടെയാണ്. കണ്ണിന്
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെയൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് കന്നി രാശിയിലേക്ക് പോകാം. കന്നി രാശിക്കാർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും എല്ലാത്തിനും ഒരു തടസ്സവും താമസവും ഒക്കെയാണ്. അപ്പോൾ ഈ തടസ്സവും താമസവും ഒക്കെ മാറാനായിട്ട് നിങ്ങൾ ശിവക്ഷേത്ര ഭജനവും അത് കൂടാതെ, കാരണം എന്ന് വെച്ചാൽ കണ്ടകശനി സമയമാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾ ശിവക്ഷേത്ര ഭജനം ചെയ്യണം, അതുപോലെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ കാല് അതുപോലെ ഉദരം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നം, ഇതുവരെ ഉദാഹരണത്തിന് ഒരു ചെറിയ പനി വന്നാൽ പോലും പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അശ്രദ്ധയായിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നത് കാര്യമാണെങ്കിൽ പോലും അശ്രദ്ധയായിരിക്കും. അപ്പം ഏത് കാര്യത്തിലും അശ്രദ്ധയാണല്ലോ നമ്മൾ അപകടങ്ങളിലേക്ക് ചെന്നെത്താനുള്ള കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തിക കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ്. ശത്രുക്കളൊക്കെ ഒരുപാട് കൂടുതലാവുന്ന സമയമാണ്. ശത്രുക്കൾ കാരണമായിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഭാഗ്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണിത്. വളരെ കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അശ്രദ്ധ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ നല്ലൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് തുലാം രാശിയിലേക്ക് പോകാം. തുലാം രാശിയിലെന്ന് പറയുമ്പോൾ ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ വളരെ നല്ല സമയമാണ് നടക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ചും അഡ്വക്കറ്റ് പോലെയുള്ള നിയമരംഗത്ത്, അഡ്വക്കറ്റ് മാത്രമാവണമെന്നില്ല, നിയമപരമായ കാര്യങ്ങളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കിപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. കാരണം അവർക്കൊക്കെ ഇപ്പോൾ കൂടുതൽ പ്രശസ്തിയും പേരും അതുപോലെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതുപോലെ മാധ്യമപ്രവർത്തകർക്കും ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. പൊതുവെ ശത്രുക്കൾ ഉണ്ടാവാതെ മാത്രം ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലൊരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് വൃശ്ചികൻ രാശിയിലേക്ക് പോകാം. വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികൻ രാശി. ഈ രാശിക്കാർക്ക് പൊതുവേ ഇപ്പോൾ നല്ല സമയമാണ്. ഇനി വരാൻ പോകുന്നതും നല്ല സമയം തന്നെയാണ്. എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാവും. അതുപോലെ നല്ല ധൈര്യവും അതുപോലെ എല്ലാവരടുത്തും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ച് തന്നെ ഡീൽ ചെയ്യുക. ഭൂമി സംബന്ധമായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് പെട്ടെന്ന് മാറിക്കിട്ടുന്ന ഒരു സമയം, നല്ല ആരോഗ്യത്തിലൊക്കെ നല്ല സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. കാരണം ആരോഗ്യം സംരക്ഷിക്കുന്ന ആയുർസ്ഥാനത്തൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സോൾവായി കിട്ടുന്ന ഒരു സമയം. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും അതുപോലെ തന്നെ ധന്വന്തരം പുഷ്പാഞ്ജലി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൃത്യുഞ്ജയ ഹോമം ജലധാരയും ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഏറ്റവും നല്ല സമയം കൂടെയാണിത്. പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം തന്നെയാണ്. ഇനി വരാൻ പോകുന്നത് നല്ല സമയം തന്നെയാണ്. ഇനി നമുക്ക് ധനുരാശി നോക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇത്രയും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഇപ്പോൾ എല്ലാ ഭാഗ്യങ്ങളുമുള്ള സമയമാണ്. ലഗ്നാധിപതിയുടെ ഒരു പൊസിഷൻ വെച്ചിട്ട്, ചന്ദ്രലഗ്നാധിപതിയുടെ പൊസിഷൻ വെച്ചിട്ട് വളരെയേറെ ഭാഗ്യങ്ങളുണ്ടാകുന്ന സമയമാണ്. കണ്ടകശനിയാണെങ്കിലും അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും വരും. കുറച്ച് തടസ്സവും താമസവും ഒക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിക്കാനും എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കാനുമുള്ള ഒരു കഴിവ് ഈശ്വരൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഈ കിട്ടിയ അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. സാമ്പത്തികമായിട്ടായാലും അതുപോലെ പ്രശസ്തി ആഗ്രഹിക്കുന്നവർക്ക് അത് ഈ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പ്രശസ്തിയൊക്കെ കൂടുതലുണ്ടാവേണ്ട സമയം, ജോലിയൊക്കെ ഒരുപാട് കൂടുതൽ കിട്ടും. കലാകാരന്മാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ എൻജിനീയർമാർക്കൊക്കെ ഏറ്റവും പുതിയ നല്ല തൊഴിൽ മേഖലകളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും വർക്ക് വന്നു ചേരേണ്ട ഒരു സമയം കൂടെയാണ് ഇത്.
പൊതുവെ ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഇനി നമുക്ക് മകരം രാശിയിലേക്ക് കടക്കാം. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ആദ്യ പകുതിയും ചേർന്നതാണ് മകരം രാശി. മകരം രാശിക്കും ഇപ്പോൾ പൊതുവേ നല്ല സമയമാണ്. വരുമാനങ്ങളൊക്കെ പല രീതിയിലുള്ള വരുമാനങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ പല രീതിയിലുള്ള ചിലവുകളും ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ധനപരമായിട്ട് അത്ര നല്ലതല്ല. വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് സൂക്ഷിക്കാനുള്ള ചാൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുംഭൻ രാശിക്കാർക്ക്. അതുപോലെ അറിയാതെ ചെന്ന് ചതിക്കുഴികളിലൊക്കെ ചാടരുത്. വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ പ്രണയികളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള പങ്കാളികളെ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം പ്രണയത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അപവാദങ്ങളും അവമാനങ്ങളും ഒക്കെ ഉണ്ടാവേണ്ട സമയമാണ്. അതുപോലെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സമയം, ആരോഗ്യപരമായിട്ടായാലും ഒക്കെ ഉണ്ടാവേണ്ട സമയം. സാമ്പത്തികപരമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയം. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കാരണം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മനസമാധാനക്കുറവൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. അപ്പം സന്താനങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് മകരം രാശിക്കാർക്കിപ്പോൾ നിലവിലുള്ളത്. അതുപോലെ മാതാപിതാക്കളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പൊതുവേ സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലാതെ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലും ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം നിങ്ങളുടെ സമയക്കുറവാണ്. എന്തായാലും കുടുംബത്തിന് വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത് തന്നെ. അപ്പോൾ കുടുംബത്തിന് എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്തെങ്കിലും ഇത്തിരി നഷ്ടമുണ്ടായാലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം പരിപാലനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പാലിക്കുക. അതുപോലെ നിങ്ങൾ ശിവപാർവതി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയി ദർശനം നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് കുംഭം രാശിയുടെ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കുംഭം രാശിയുടെ രാശിഫലം എന്ന് പറയുമ്പോൾ അവിട്ടത്തരയും അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയാണ് കേട്ടോ. ചതയവും പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ ധനപരമായിട്ട് ഭയങ്കര സാമ്പത്തിക ഞെരുക്കം വളരെ നല്ല രീതിയിൽ അനുഭവിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ ആരോഗ്യപരമായിട്ടും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഡിപ്രഷനൊക്കെ മരുന്ന് കഴിക്കുന്നവർക്കാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശരീരമൊക്കെ മെലിഞ്ഞു പോകുന്നതിനും ഡിപ്രഷനുള്ളവർക്ക് അത് കുറച്ച് കൂടുതലാവുന്നതിനും ഒക്കെയുള്ള സമയമാണ്. നിങ്ങൾ ഒട്ടും മടിക്കാതെ നിങ്ങളൊരു ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങൾ മെഡിസിനൊക്കെ എടുത്തോളണം. അങ്ങനെ ഉള്ളവർ, ഡിപ്രഷൻ ഉള്ള സാഹചര്യമൊക്കെ അനുഭവിക്കുന്നവർ, അതുപോലെ ശരീരത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു വളരെ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ്. അതുപോലെ സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ്. സന്താനഭാഗ്യം ഉണ്ടാകും. അതുപോലെ സന്താനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യവും കുടുംബത്തിൽ മനസമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കൂടെയാണിത് കേട്ടോ. കുടുംബാംഗങ്ങളുടെ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പ്രത്യേകിച്ചും അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങുമെന്നൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും. ധനപരമായിട്ടുള്ള ഞെരുക്കം കൊണ്ട് വന്നു ചേരും. എന്നാൽ പോലും നിങ്ങളൊക്കെ അതൊക്കെ അതിജീവിച്ച് വളരെ നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി വളരെ നല്ല നിലയിലെത്തുന്ന ഒരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ക്ഷേത്രത്തിൽ പോയി വിദ്യാസൂക്തം പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് സരസ്വതീ ദേവിയൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ മുറിയിൽ സരസ്വതീ ദേവിയുടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ദിവസവും മാലയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഒരു പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് നടക്കുന്നത്. ഒരു സമയം പോലും വെറുതെ കളയാതെയും ഉറങ്ങിയും മടി പിടിച്ചും കളയാതെയും ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിദ്യാർത്ഥികൾ. ഇനി അടുത്തത് പൂരൂരുട്ടാതി മീനൻ രാശിയാണ്. പൂരൂരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനം രാശി. മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമല്ല. കാരണം കാലിനൊക്കെ പ്രശ്നം ഉണ്ടാവാതെ ഒക്കെ ശ്രദ്ധിക്കണം. വീഴ്ചകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടായാലും ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസയൊന്നും കിട്ടുമെന്ന് അത്രയ്ക്കങ്ങ് പ്രതീക്ഷിക്കേണ്ട.
പിന്നെ കടം ഉണ്ടാകേണ്ട സമയം കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ കടം കിട്ടിയേക്കാം. വലിയ പലിശയ്ക്കൊക്കെ ഇപ്പം ധനം എടുക്കാതിരിക്കുന്നതായിരിക്കും, കടം എടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഉള്ളത് കൊണ്ട് ചിലവുകളൊക്കെ നല്ലതായിട്ടൊന്ന് ചുരുക്കി കുറച്ച് ഞെരുങ്ങി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടമൊക്കെ വരാതെ കഴിച്ചുകൂടാം. പക്ഷേ ബാക്കിയുള്ള ആഗ്രഹങ്ങൾ, വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ പറ്റിയ സമയം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന സമയമാണ്. പൊതുവേ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് പോരാ, എന്നാലും പൊതുവേ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാനൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.